വാർത്തകൾ വിശദമായി. ആൻഡ്രിക്സ് ദേവാസ് ഇടപാടിൽ ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായരെ പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചു. 578 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI കുറ്റപത്രം. മറ്റ് കമ്പനികൾക്ക് അവസരം നൽകാതെ ദേവാസ് കമ്പനിക്ക് കരാർ നൽകി സർക്കാർ താൽപര്യം ബലികഴിച്ചുവെന്നാണ് മാധവൻ നായർക്കെതിരെയുള്ള കുറ്റം. ഇതുവഴി സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി എന്നും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ദേവാസ് കമ്പനിയുമായി ഒപ്പിട്ട കരാറിൽ വൻ ക്രമക്കേട് നടന്നുവെന്നാണ് CBI കണ്ടെത്തൽ. 578 കോടി രൂപയുടെ ക്രമക്കേടിൽ മുൻ ISRO ചെയർമാൻ ജി മാധവൻ നായരെ പ്രതിയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. മറ്റ് കമ്പനികൾക്ക് അവസരം നൽകാതെ ISRO മുൻ ഉദ്യോഗസ്ഥരായ വേണുഗോപാൽ, ചന്ദ്രശേഖർ എന്നിവരുടെ ദേവാസ് കമ്പനിക്ക് മാത്രമായി കരാർ നൽകിയെന്നാണ് മാധവൻ നായർക്കെതിരായ കുറ്റം. ISROയുടെ GSAT-6, GSAT-6A എന്നീ ഉപഗ്രഹങ്ങളുടെ 90% ട്രാൻസ്പോർട്ടറുകളും നൽകാനായിരുന്നു കരാർ. മന്ത്രിസഭയിൽ നിന്ന് മറച്ചുവച്ചായിരുന്നു ഈ കരാർ ഒപ്പിട്ടത്. സർക്കാർ താൽപര്യം ബലികഴിച്ചാണ് ആൻഡ്രിക്സ് തലവൻ കൂടിയായ മാധവൻ നായർ ഒപ്പുവെച്ചതെന്ന് CBI കണ്ടെത്തി. കരാർ വഴി കോടികളുടെ നഷ്ടം കേന്ദ്ര സർക്കാരിനുണ്ടായി എന്നും CBI ചൂണ്ടിക്കാട്ടുന്നു. CAG റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കരാറിന് ശേഷം ദേവാസ് കമ്പനിയുടെ ഓഹരി മൂലധനത്തിൽ വൻ വർധന ഉണ്ടായതായും CBI വ്യക്തമാക്കി. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. തലസ്ഥാനത്തെ ATM തട്ടിപ്പിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തട്ടിപ്പിലെ പ്രധാന പ്രതിയെ പിടികൂടിയ ശേഷവും ഉപഭോക്താവിന്റെ പണം നഷ്ടമായി. റൊമേനിയൻ സ്വദേശി അറസ്റ്റിലായത് ചൊവ്വ വൈകിട്ട് 6:30-നെങ്കിൽ ചൂഴമ്പാല സ്വദേശി ജ്യോതികുമാറിന് 47,800 രൂപ നഷ്ടമായത് അന്നേ ദിവസം രാത്രി 11:50-നും 12:05-നും. ഗബ്രിയേലിന്റെ കൂട്ടാളികൾ രാജ്യം വിട്ടിട്ടില്ലെന്ന സൂചന നൽകുന്നതാണ് പുതിയ സംഭവവികാസം. അറസ്റ്റിലായ ഗബ്രിയേൽ മരിയെ മുംബൈയിൽ നിന്ന് തലസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന്റെ സുപ്രധാനമായ വിവരങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവരുന്നത്. തട്ടിപ്പിലെ പ്രധാന പ്രതിയായ റുമേനിയൻ സ്വദേശി ഗബ്രിയേൽ മരിയ മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാവുന്നത് ചൊവ്വ വൈകിട്ട് 6:30 കൊളാബായിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നും ഇയാൾ പിടിയിലായ അതേ ദിവസം രാത്രി 11:50-നും 12:05-നുമായി നടന്ന 2 ഇടപാടുകളിലായി 47,800 രൂപ ചൂഴമ്പാല സ്വദേശി ജ്യോതികുമാറിന് നഷ്ടമായി. 11:50-ന് 27,800 രൂപയും 12:05-ന് മറ്റൊരു 20,000 രൂപയും നഷ്ടമായതായി ഫോണിലേക്ക് സന്ദേശം എത്തുകയായിരുന്നു. ജ്യോതികുമാർ ഇന്ന് വൈകിട്ടാണ് പരാതിയുമായി മ്യൂസിയം പോലീസിനെ സമീപിച്ചത്. 2 ദിവസത്തിന് മുമ്പാണ് പണം നഷ്ടപ്പെട്ടതെങ്കിലും യാത്രയിലായിരുന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന് ജ്യോതികുമാർ പോലീസിനെ അറിയിച്ചു. മുഖ്യപ്രതി ഗബ്രിയേലിന്റെ കൂട്ടാളികൾ രാജ്യം വിട്ടതായിട്ടാണ് പോലീസിന്റെ അനുമാനമെങ്കിലും വീണ്ടും പരാതിയുമായി ഇടപാടുകാരൻ പോലീസിനെ സമീപിച്ചത് ഉന്നത പോലീസ് വൃത്തങ്ങളെയും ഞെട്ടിച്ചു. തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ രാജ്യത്ത് തന്നെ തുടരുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചന. ആൽത്തറയിലെ ATM കേന്ദ്രത്തിൽ തട്ടിപ്പ് നടത്തിയ ഗബ്രിയേൽ മരിയെ തലസ്ഥാനത്തെത്തിച്ചു. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെത്തിച്ച പ്രതിയെ ADGP B സന്ധ്യ, IG മനോജ് എബ്രഹാം, അന്വേഷണ ഉദ്യോഗസ്ഥൻ KE ബൈജു എന്നിവർ ചോദ്യം ചെയ്തു. മുംബൈ കോടതിയുടെ ട്രാൻസിസ്റ്റ് വാറണ്ടുള്ള ഗബ്രിയേൽ മരിയെ നാളെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കും. ജീവൻകുമാർ, തിരുവനന്തപുരം. ATM തട്ടിപ്പ് കേസിലെ പ്രതികളായ റൊമാനിയൻ സ്വദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് സിം കാർഡ് നൽകിയ സംഭവത്തിൽ കടയുടമ പോലീസ് പിടിയിലായി. കോവളത്തെ ഹരിശ്രീ ഗാലക്സി ഉടമ രഞ്ജിത് കുമാറാണ് കോവളം പോലീസിന്റെ പിടിയിലായത്. ആയുർവേദ സ്ഥാപനം നടത്തുന്ന കോവളം സ്വദേശി ഒരു മൊബൈൽ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് കോവളം ജംഗ്ഷനിലെ ഹരിശ്രീ ഗാലക്സി എന്ന കടയുടമയായ രഞ്ജിത്തിനെ സമീപിച്ചത്. ഇയാളിൽ നിന്ന് ഒരു ഫോട്ടോയും തിരിച്ചറിയൽ രേഖയും അധികമായി വാങ്ങിയ രഞ്ജിത്ത് റുമേനിയൻ സ്വദേശികളായ തട്ടിപ്പ് സംഘത്തിന് പണം കൈപ്പറ്റി സിം കാർഡ് വിൽക്കുകയായിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സംഘടിപ്പിച്ച 8089874186 എന്ന ഡോകോമോ കണക്ഷനാണ് റുമേനിയൻ സംഘം ഉപയോഗിച്ചിരുന്നത്. ഫോണിന്റെ ഉടമസ്ഥതാ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. കടയുടമ രഞ്ജിത്ത് ഇത്തരത്തിൽ പല വിദേശികൾക്കും സിം കാർഡ് സംഘടിപ്പിച്ച് നൽകിയതായി പോലീസിന് സംശയമുണ്ട്. കടയുടമയായ രഞ്ജിത്തിനെതിരെ വ്യാജരേഖ ചമച്ചതിന് IPC 466, 468, 471 എന്നീ വകുപ്പുകൾ ചുമത്തി. കോവളം SI V അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജീവൻകുമാർ, തിരുവനന്തപുരം. ATM കവർച്ചയിലെ പ്രതികളെ കണ്ടെത്തിയ പോലീസിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതര സംസ്ഥാനങ്ങൾക്ക് കേരള പോലീസ് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒന്നിനും തെളിവില്ല എന്ന് പറഞ്ഞ കാലം കഴിഞ്ഞു. ഇക്കാര്യം സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മിമിക്രി കലാകാരൻ സാഗർ ഷിയാസ് അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഷിയാസ് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കലാഭവൻ, കൊച്ചിൻ, സാഗർ എന്നീ മിമിക്രി ട്രൂപ്പുകളിലൂടെയാണ് സാഗർ കലാരംഗത്ത് സജീവമായത്. ഷിയാസിന്റെ നിരവധി പാരഡി ഹാസ്യ കാസറ്റുകൾ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളിലും ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
വാർത്തകൾ തുടരുന്നു. പശ്ചിമഘട്ട സംരക്ഷണത്തിന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന് പുറമെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി അനിൽ ദാവെ. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റി 6 മാസങ്ങൾക്കകം അന്തിമ വിജ്ഞാപനമിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും ജനപ്രതിനിധികളുമായി ചർച്ച തുടരുമെന്നും പശ്ചിമഘട്ട മേഖലയിലെ എംപിമാരുടെ യോഗത്തിന് ശേഷം അനിൽ ദാവെ അറിയിച്ചു. മാറാട് കലാപത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്താൻ BJP മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ പീപ്പിൾ ടിവിയോട്. കലാപം സംയുക്ത ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2003 രണ്ടാം മാറാട് കൂട്ടക്കൊല 1ാം കലാപത്തിന് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തതാണെന്നാണ് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. 2ാം കലാപം CBI അന്വേഷിക്കുന്നതിൽ അന്നത്തെ BJP നേതൃത്വം എതിരായിരുന്നു. ഇക്കാര്യത്തിൽ BJP നേതൃത്വത്തിന്റെ നിലപാടുകൾ സംശയാസ്പദമായിരുന്നുവെന്നും പ്രദീപ് കുമാർ വെളിപ്പെടുത്തി. എന്റെ എഫിഡാവിറ്റിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള എഫിഡാവിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ രീതികൾ സംശയാസ്പദമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാണ്. എനിക്ക് സംശയം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന്. അല്ലെങ്കിൽ CBI അന്വേഷണം ഇത്രയും കാലം നീട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 2ാം മാറാട് കലാപം CBI, ഇന്റലിജൻസ് ബ്യൂറോ, DRI ഉൾപ്പെടെയുള്ള ഏജൻസികൾ സംയുക്തമായി അന്വേഷിക്കണം. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം അന്വേഷണം. ജസ്റ്റിസ് തോമസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മൾട്ടി ഏജൻസി അന്വേഷണമാണ് ഇവിടെ ആവശ്യം. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്റലിജൻസ് ബ്യൂറോ, പിന്നെ DRI, അതുപോലത്തെ ഏജൻസികളും കൂടി CBIയും കൂടി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസായിരിക്കണം. മാറാട് പ്രദേശത്ത് അക്കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയാൽ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നും പ്രദീപ് കുമാർ വ്യക്തമാക്കി. PV കുട്ടൻ, കോഴിക്കോട്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ബാങ്ക് 2016-17 സാമ്പത്തിക വർഷത്തിലെ 1ാം ത്രൈമാസ പാദത്തിൽ 5.73 കോടി രൂപ ലാഭം രേഖപ്പെടുത്തി. അറ്റ നിഷ്ക്രിയ ആസ്തി മുൻവർഷം 4.22% 3.04% കുറഞ്ഞതും ട്രഷറി വരുമാനം 1.13 കോടിയിൽ നിന്ന് 5.08 കോടിയിലേക്ക് വർദ്ധിച്ചതുമാണ് ത്രൈമാസ്യത്തിൽ മികച്ച നേട്ടം കൈവരിച്ചത്. ബാങ്ക് ലക്ഷ്യമിടുന്ന മൂലധന സമാഹരണ പദ്ധതിക്ക് കരുത്ത് പകരുന്നതാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 1ാം ത്രൈമാസികത്തിലെ കൈവരിച്ച നേട്ടം. ഭക്ഷ്യവിപണന രംഗത്തെ വമ്പന്മാരായ ടേസ്റ്റി നിബിൾസ് റെഡി ടു ഈറ്റ് വിഭവങ്ങളുമായി കേരള വിപണിയിലെത്തുന്നു. നാടൻ വിഭവങ്ങളായ മീൻ പീര, കപ്പപ്പുഴുക്ക്, സാമ്പാർ, അവിയൽ, മത്തിക്കറി, വിവിധ തരം അച്ചാറുകൾ, പായസങ്ങൾ എന്നിങ്ങനെ 72ഓളം വിഭവങ്ങളാണ് ടേസ്റ്റി നിബിൾസ് വിപണിയിൽ എത്തിക്കുന്നത്. മായങ്ങൾ ചേർക്കാതെ പ്രകൃതിദത്തമായ വിഭവങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണ് പുതിയ ഉൽപ്പന്നങ്ങളെന്ന് ടേസ്റ്റി നിബിൾസ് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യൻ പറഞ്ഞു. 2001 അരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച HIC ABS സ്പെഷ്യൽ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ടേസ്റ്റി നിബിൾസ് എന്ന പേരിൽ വിപണിയിൽ എത്തിയത്.